ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് മൊഡ്യൂൾ 5 ലെക്ചർ 2 സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻസ് നിങ്ങളുടെ സിലബസ് ആയി കൊടുത്തിരിക്കുന്നത് അതിലെ ലാസ്റ്റ് ലൈൻ കണ്ടോ, ടണൽ ലൈനിങ്, ലൈറ്റിങ്, ഡ്രെയിനേജ് ഓഫ് ടണൽസ്. ഈ 3 പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് ടണൽ ലൈനിങ് നോക്കാം. അപ്പം ലൈനിങ് എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടണലിൻ്റെ ക്രോസ് സെക്ഷൻ കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ടച്ച് എന്നാണ് ലൈനിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ വോൾസിലൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യത്തില്ലേ, അതും ആ വോളിന് കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ടച്ച് ആണല്ലോ. അതേപോലെ തന്നെയാണ് ക്രോസ് സെക്ഷൻ ഓഫ് ടണൽസിന് കൊടുക്കുന്ന ഫിനിഷിംഗ് ടച്ചിനെയാണ് നമ്മൾ ലൈനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ ഹാർഡായിട്ടുള്ള റോക്കിലോ അല്ലെങ്കിൽ സോയിലോ ആണ് നമ്മുടെ ടണൽ ഇരിക്കുന്നതെങ്കിൽ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ലൈനിങ് കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലൈനിങ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടണൽസ് സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഗ്രൗണ്ടിലൊക്കെ ഒത്തിരി പ്രഷർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ഗ്രൗണ്ടിലെ വാട്ടറിൻ്റെ പ്രസൻസ് കാരണം ടണൽസിലോട്ട് ഒത്തിരി പ്രഷർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ കേസിൽ ലൈനിങ് അത്യാവശ്യമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പം ഈ ലൈനിങ് കൊടുക്കുന്നതുകൊണ്ട് ഇൻറ്റേർണൽ പ്രഷർ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹെവി ഗ്രൗണ്ട് പ്രഷറൊക്കെ ലൈനിങ്ങിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ലൈനിങ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ടണൽസിൻ്റെ ക്രോസ് സെക്ഷന് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടും. അതിനാണ് നമ്മൾ ലൈനിങ് പ്രത്യേകമായി ഇങ്ങനത്തെ കേസിൽ സോഫ്റ്റ് ഗ്രൗണ്ടിലാണ് ടണൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ലൈനിങ് ടെമ്പററി ആയിട്ടും നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടും കൊടുക്കാം. ഇപ്പോൾ ടെമ്പററി ലൈനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൺസ്ട്രക്ഷന് സമയത്ത് ഈ റൂഫ് പോർഷനെയും അതുപോലെ തന്നെ ടണലിൻ്റെ വോൾസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലൈനിങ്സ് ഉണ്ട്. അതാണ് ടെമ്പററി ലൈനിങ്. ഇനി പെർമനൻ്റ് ലൈനിങ് എന്ന് വെച്ചാൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ടണൽ എന്ന് പറയുന്നത് സോഫ്റ്റ് ഗ്രൗണ്ടിലാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ഗ്രൗണ്ടിലാണെങ്കിൽ അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഡിസിൻറ്റിഗ്രേറ്റ് ആകാൻ, ചിലപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പ്രഷറൊക്കെ വന്ന് അത് ഒന്ന് ഫ്രാക്ചറൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ ടണൽസിനെ നമ്മൾ ഇച്ചിരി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ പെർമനൻ്റ് ആയിട്ട് ലൈനിങ് കൊടുക്കും. ഓക്കെ, അപ്പം ഒരു ലൈനിങ് ഐഡിയൽ ലൈനിങ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റണം, എക്കണോമിക്കലായിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ സിമ്പിൾ ആയിരിക്കണം, മൊത്തത്തിൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കണം ലൈനിങ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ഫങ്ഷൻസ് ഓഫ് ടണൽ ലൈനിങ്സ്. ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടണലിന് ഒരു കറക്റ്റ് ക്രോസ് സെക്ഷൻ കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇത് കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയാണല്ലോ. അപ്പോൾ കറക്റ്റ് ഒരു ക്രോസ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ടണൽ ഹെൽപ്പ് ചെയ്യും, ടണൽസിലെ ലൈനിങ് ഹെൽപ്പ് ചെയ്യും. അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സോയിൽ പ്രഷറിനെയൊക്കെ ഒന്ന് വിസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് ആക്ട് ചെയ്യും. വാട്ടറൊക്കെ പെർക്കുലേറ്റ് ആകാതിരിക്കാൻ വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്തിരിക്കും. കാരണം റോക്കൊക്കെയാണ്, റോക്കിലെ ചെറിയ ചെറിയ പോൾസിൽ കൂടെ ഒക്കെ വെള്ളം അകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ലൈനിങ് യൂസ് ചെയ്യാം. പിന്നെ ഈ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് ശരിക്കും ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ടാണല്ലോ, റോക്കിനെ പൊട്ടിച്ചാണല്ലോ. അപ്പം ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ റോക്കൊക്കെ ഒന്ന് ലൂസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റോക്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇരിക്കാൻ ഈ ലൈനിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ വാട്ടർ ഇൻ കേസ് എൻ്റർ ചെയ്താൽ ചില കെമിക്കൽസ് ഒക്കെ ഉള്ള വാട്ടർ ആണെങ്കിൽ ഈ റോക്കുമായിട്ട് റിയാക്ട് ചെയ്ത് ചിലപ്പം ഇതിലും കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മുടെ ടണൽസിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഒരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, റോക്കും വാട്ടറും തമ്മിൽ കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, പ്രിവെൻറ്റീവ് ഈ ഒരു കെമിക്കൽ ആക്ഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ലൈനിങ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ടണൽസിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒത്തിരി റെഡ്യൂസ് ചെയ്യും. ടണൽസിൽ നമ്മൾ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നത് ഈ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അധികം മെയിൻ്റെനൻസ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ടണൽസിന് മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് പറയുന്നത് അപ്പിയറൻസ് ഓഫ് നീറ്റ്നെസ് ആൻഡ് ക്ലെൻലിനെസ് എന്ന് വെച്ചാൽ ഒരു ലൈനിങ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു ഫിനിഷിംഗ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ആ ഒരു കൺസ്ട്രക്ഷൻ നല്ല നീറ്റായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ക്ലെൻലിനെസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ. അപ്പം ഇത്രയാണ് ടണൽസിൻ്റെ അല്ലെങ്കിൽ ടണൽ ലൈനിങ്സിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഫോർ ലൈനിങ് എന്ന് പറഞ്ഞാൽ ബ്രിക്ക് മേസണറി ഉണ്ട്, സ്റ്റോൺ മേസണറി ഉണ്ട്, സിമൻറ്റ് കോൺക്രീറ്റ്, ടിമ്പർ, കാസ്റ്റ് അയൺ. ഓക്കെ, ഇനി ഓരോന്ന് എന്താ നോക്കാം. ഫസ്റ്റ് വൺ ബ്രിക്ക് മേസണറി എന്ന് വെച്ചാൽ ആ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ഫിഗർ കണ്ടില്ലേ, ഫസ്റ്റ് ഫിഗർ, അത് ബ്രിക്ക് മേസണറി വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണ്. അപ്പം ബ്രിക്ക് മേസണറി എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ വേസ്റ്റ് വാട്ടറിനെ ക്യാരി ചെയ്യുന്ന ടണലാണെങ്കിൽ, അല്ലെങ്കിൽ സീവേജിനെ ക്യാരി ചെയ്യുന്ന ടണലാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ലൈനിങ് കൊടുക്കുന്നത് ബ്രിക്ക് മേസണറി ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ
ബ്രിക്ക് മേസണറി എന്ന് വെച്ചാൽ ആസിഡ് റെസിസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത്. കാര്യം ഈ വേസ്റ്റ് വാട്ടറിനകത്ത് ഒത്തിരി ആസിഡിൻ്റെ പ്രസൻസ് കാണും അല്ലേ. അപ്പം നമ്മൾ കോൺക്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കോൺക്രീറ്റിലോട്ട് ഈ ആസിഡ് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ബ്രിക്ക് മേസണറി എന്ന് പറയുമ്പം ആസിഡ് റെസിസ്റ്റിംഗ് ആയതുകൊണ്ട് അങ്ങനത്തെ കേസിൽ നമുക്ക് ബ്രിക്ക് മേസണറി ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു മെത്തേഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാക്ക് പാക്കിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ ടണലിൻ്റെ റൂഫിലൊക്കെ നമ്മൾ ലൈനിങ് കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ടണലിൻ്റെ റൂഫിങ്, അതുപോലെ തന്നെ റൂഫ് പോർഷൻ, അതുപോലെ തന്നെ ആർച്ചാണല്ലോ ശരിക്കും ടണലിൻ്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ആർച്ച് ഷേപ്പാണല്ലോ. അപ്പം അതിൻ്റെ എക്സ്ട്രാ ഡോസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ കേർവ് ഓഫ് ആർച്ച് എന്നാണ്. അപ്പം ഈ ടണലിൻ്റെ റൂഫ് പോർഷൻ, അതുപോലെ തന്നെ ഈ കേർവിൻ്റെ ഒക്കെ ഔട്ടർ പോർഷനൊക്കെ നമ്മൾ ഈ ലൈൻ ചെയ്യണമെങ്കിൽ ഈ ബ്രിക്ക് വെച്ച് ലൈൻ ചെയ്യുമ്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് വരുമല്ലോ. നമ്മൾ ബ്രിക്ക് എന്ന് പറയുന്ന ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടല്ലേ, അപ്പം അത് വെച്ച് ലൈനിങ് ചെയ്ത് വന്നാൽ ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിനെ ഈ ബ്രിക്ക് വെച്ച് തന്നെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തില്ലല്ലോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. പക്ഷെ നമ്മളിപ്പോൾ ഒരു സിമെൻറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് വെച്ചിട്ട് ഒരു സാധനം ഷേപ്പ് ചെയ്ത് പോവുക, ഫിനിഷിങ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നാലും നമുക്ക് കോൺക്രീറ്റ് അതിനകത്തോട്ട് ഫില്ല് ചെയ്താൽ പറ്റും അല്ലേ, ഈസി ആയിട്ട് പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ നമുക്ക് ബ്രിക്ക് മേസണറിയിൽ കിട്ടുമോ? ഇല്ല. കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടാകും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, അതിനെയാണ് ബാക്ക് പാക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അതൊരു ഡിഫിക്കൽട്ടിയാണ്. എന്ന് വെച്ചാൽ എക്സ്ട്രാ സ്പേസ് ഈസിലി നമുക്ക് അടച്ചു വെക്കാൻ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെക്കാൻ ബ്രിക്ക് കൊണ്ട് പാടാണ്. കാരണം ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ഷേപ്പാണ്. അതിനെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഷേപ്പിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടിയാണ് ഈ ഒരു മെത്തേഡിൻ്റെ. അടുത്തത്, ഇതൊരു ഹെവി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്ലി ആണ്, ഡിഫിക്കൽട്ടാണ്. പിന്നെ കുറേ ജോയിൻ്റ് ഉണ്ടല്ലേ. ബ്രിക്ക് വെച്ചിട്ടുള്ള മേസണറി എന്ന് പറയുമ്പോൾ തന്നെ ഫുൾ ഓഫ് ജോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ വീക്ക് പോയിൻറ്റ്സ് ആയിരിക്കും. ജോയിൻറ്റുകൾ കുറേ വരുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള വർക്കിൽ ഒത്തിരി വീക്ക് പോയിൻ്റ് ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്കേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോൺ മേസണറി. അതിൻ്റെ ഫിഗറാണ് തൊട്ടപ്പുറം കൊടുത്തിരിക്കുന്നത്. ബ്രിക്ക് മേസണറിയിൽ പറഞ്ഞ അതേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഈ ഒരു സ്റ്റോൺ മേസണറിയിലും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺ മേസണറി സാധാരണ നമ്മൾ യൂസ് ചെയ്തത് ടണൽസിൻ്റെയൊക്കെ സൈഡൊക്കെ ലൈനിങ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, റൂഫ് പോർഷൻ ഒന്നും ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരിക്കലും ഈ സ്റ്റോൺ മേസണറി യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് ബുദ്ധിമുട്ടാണ് അതിൻ്റെ വർക്ക്. അപ്പോൾ മിക്കവാറും നമ്മൾ ടണലിൻ്റെ സൈഡ് പോർഷൻ ലൈനിങ് കൊടുക്കാനായിരിക്കും നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ടിമ്പർ. ടിമ്പർ എന്ന് വെച്ചാൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലൈനിങ് മെറ്റീരിയലാണ്. ഇത് നമുക്ക് ബോത്ത് ടെമ്പററി അതുപോലെ തന്നെ പെർമനൻറ്റ് ലൈനിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഈസിയാണ്, ചീപ്പായിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാശ് മുടക്കൊന്നും ഇല്ല, എക്കണോമിക്കലാണ്. പിന്നെ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് കൊളാപ്സ് ആകുന്നതിന് മുന്നേ ഒരു ഗ്രൗണ്ടിങ് സൗണ്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കറിയാലോ, തടിയുടെ ഒരു സാധനം പൊട്ടുന്നതിന് മുന്നേ ഒരു സൗണ്ട് കേൾക്കത്തില്ല, അങ്ങനത്തെ ഒരു സൗണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡീക്കേ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ടറൊക്കെ പെർക്കുലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫയർ ഹസാർഡ്, തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് തീ പിടിച്ച് കയറും, കാരണം വുഡ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്തത് സിമെൻറ്റ് കോൺക്രീറ്റ്. സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ്. നമുക്ക് ടണൽ ലൈനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റിയ, റോക്കിലാണേലും സോഫ്റ്റ് സോയിലാണേലും നമുക്ക് ലൈനിങ് മെറ്റീരിയലായിട്ട് സിമെൻറ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യാം. ഇത് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലാസ്റ്റിസിറ്റി തന്നെയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെൽ പാക്ഡ് ആക്കാൻ പറ്റും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഒറ്റ അടിക്ക് നമുക്ക് നന്നായിട്ട് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു അതിൻ്റെ ഫോം വർക്കും ആ ഒരു റോക്ക് മെറ്റീരിയലോ സോയിലോ തമ്മിൽ നല്ലതായിട്ട് ഈസിലി നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ ടൈറ്റ് ആണ്, ഒരു സ്മൂത്ത് സർഫസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡ് മെറ്റീരിയലായിട്ട് നമ്മൾ പറയുന്നത് സിമെൻറ്റ് കോൺക്രീറ്റ് തന്നെയാണ്. ലാസ്റ്റ് വണ്ണാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷീൽഡ് ഡ്രിവൺ ടണൽസ്. ഷീൽഡ് ഡ്രിവൺ ടണൽസ് എന്താണെന്നുള്ളതും നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കും. അപ്പം ഷീൽഡ് ഡ്രിവൺ ടണൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ് അക്വസ് റീജിയൻസ് എന്ന് വെച്ചാൽ സോയിലിനകത്ത് വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ള റീജിയൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ്, അതിനെയാണ് സോഫ്റ്റ് സോയിൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഷീൽഡ് ഡ്രിവൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
അങ്ങനത്തെ കേസിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ടണൽസൊക്കെ ലൈനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാസ്റ്റ് അയൺ ലൈനിങ് യൂസ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിലും ജോയിൻസ് ഉണ്ട്. ആ ജോയിൻസിനെയൊക്കെ നമ്മൾ പ്രോപ്പർലി ഗ്രൂവ്സ് വെച്ചിട്ട് അതിനെ ജോയിൻ ചെയ്യിക്കുവാണെങ്കിൽ നമുക്കിത് എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടർ പ്രൂഫായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് ആക്യുറേറ്റ്ലി മെഷീൻഡ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ഫിറ്റ് നല്ലതായിരിക്കും. പിന്നെ ഇത് ആ ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്താൽ അപ്പം തൊട്ട് പിന്നെ നമുക്കത് ഒരു ഫുൾ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് കാസ്റ്റ് അയണിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കാണും. നമുക്ക് ഫുൾ സ്ട്രെങ്ത് ആ ഒരു കാസ്റ്റ് അയൺ കൊടുക്കുന്നതുകൊണ്ട് കിട്ടും. ഓക്കെ, സോഫ്റ്റ് സോയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പം ആവശ്യത്തിനുള്ള സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യണം അവിടെ കൊടുക്കുന്ന ലൈനിങ്. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് സോയിലിൽ കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. കാരണം കുറേ പ്രഷർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വാട്ടറിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. അപ്പം ഈ പറഞ്ഞതാണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ഫോർ ലൈനിങ്. അടുത്തത് ലൈനിങ് കൊണ്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ലോഡിങ്സ് റെസിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ലോഡിങ്സ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലോഡ്സ് ഡെവലപ്പ് ഡ്യൂ ടു ടെമ്പററി കൺസ്ട്രക്ഷൻ കണ്ടീഷൻസ്. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് കുറേ ലോഡ് ഉണ്ടാവും, ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യിക്കും. ആ ലോഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയണം. അപ്പം മെത്തേഡ്സിൽ നമ്മൾ കാണും കംപ്രസ്ഡ് എയർ പ്രഷർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്, പിന്നെ ഷീൽഡ് ജാക്ക് വെച്ചിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ഈ രണ്ട് മെത്തേഡിലും ഒരു എക്സ്ട്രാ ലോഡിങ് വരുന്നുണ്ട് ടണലിലോട്ട്. ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ലൈനിങ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അടുത്തത് സെക്കൻഡ് വൺ, ട്രാഫിക്കിൻ്റെ വെയിറ്റും ഇമ്പാക്റ്റും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാവും, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും, അതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ലൈനിങ്. പിന്നെ ഇൻറ്റേർണൽ സ്ട്രച്ചേഴ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റിനെ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈനിങ്ങിന് തന്നെ ഒരു ഡെഡ് വെയിറ്റ് ഉണ്ടല്ലേ, അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സറൗണ്ടിങ് ഗ്രൗണ്ടിൽ വാട്ടറിൻ്റെ പ്രസൻസ് കാരണം ഒരു ലോഡിങ് വരുന്നുണ്ട്, അപ്പം ആ ഒരു വെയിറ്റിനെ അത് റെസിസ്റ്റ് ചെയ്യും. പിന്നെ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിങ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെയും റെസിസ്റ്റ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ ലോഡിങ്സ് ഒക്കെ ആണ് ലൈനിങ് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് തിക്നെസ് ഓഫ് ലൈനിങ്. അപ്പം ലൈനിങ്ങിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ ഒരു എംപിറിക്കൽ ഫോർമുലയുണ്ട്, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ T = 82 × D. അവിടെ T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ലൈനിങ് ആണ്, mm-ലായിരിക്കും. D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ടണലാണ്, മീറ്ററിലായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ദിസ് തിക്നെസ് എന്ന് പറയുന്നത് ഈ കൊടുക്കുന്ന തിക്നെസ്, ലൈനിങ്ങിന് കൊടുക്കുന്ന തിക്നെസ് മിനിമം 230 mm ആണ്. അതിൽ കുറച്ച് നമുക്ക് തിക്നെസ് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്ത് വന്നാൽ ചിലപ്പം 230 കുറവാണെങ്കിലും 230 മിനിമം കൊടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദി മെറ്റീരിയൽ യൂസ് ഫോർ ലൈനിങ്. ഏത് മെറ്റീരിയലാണോ അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്തില്ല. മിനിമം തിക്നെസ് ഓഫ് ലൈനിങ് എന്ന് പറയുന്നത് 230 mm ആണ്. പിന്നെ ബാക്കി നമ്മുടെ ടണലിൻ്റെ ഡയമീറ്റർ നോക്കിയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. പക്ഷേ മിനിമം 230 mm എങ്കിലും കൊടുക്കണം. ഓക്കെ, അടുത്തത് ജനറൽ പ്രാക്ടീസസ് ഓഫ് പ്രൊവൈഡിങ് ടണൽ ലൈനിങ്സ്. അപ്പോൾ ടണൽ ലൈനിങ്സ് കൊടുക്കുന്നതിൽ പല മെത്തേഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് ഇൻ ഫേം സോയിൽ എന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ടുള്ള സോയിലാണെങ്കിൽ അവിടെ നമ്മൾ ഈ റൂഫ് ആർച്ചില്ലേ, റൂഫ് മേളത്തെ പോർഷൻ, അവിടെ മാത്രമേ നമ്മൾ മിക്കവാറും ലൈനിങ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പം ആ ഒരു ഫസ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടോ, റൂഫ് ആർച്ച്. ആ റൂഫ് ആർച്ച് നമ്മൾ റെസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈഡിലത്തെ റോക്ക് എന്ന് പറയാം, സൈഡിലത്തെ മെറ്റീരിയൽ റോക്കോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ആയിരിക്കും. അതിലിങ്ങനെ ഒരു ബെഞ്ച് പോലെ കട്ട് ചെയ്തിട്ട് ആ റൂഫ് ആർച്ച് അതിൽ റെസ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനത്തെ കേസിൽ സൈഡിലൊന്നും വെക്കേണ്ടി വരത്തില്ല, കാരണം അവിടെ റോക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് റൂഫ് ആർച്ച് പോർഷനിൽ മാത്രം ലൈനിങ് കൊടുക്കും. അതൊരു കേസ്. അതെപ്പോഴാണ് ഹാർഡായിട്ടുള്ള സോയിലും റോക്കൊക്കെ ഉള്ള ഇടത്ത്. ഇനി രണ്ടാമത്തത്, ഇപ്പം നമ്മൾ പറയുന്ന റോക്കോ അല്ലെങ്കിൽ സോയിൽ അത്ര ഹാർഡ് അല്ലെങ്കിൽ അത്ര സോളിഡ് അല്ലെങ്കിൽ നമ്മൾ സൈഡ് വോൾസിലും മേസണറി അല്ലെങ്കിൽ ലൈനിങ് കൊടുക്കും. അതാണ് സെക്കൻഡ് ഫിഗർ. റൂഫ് ആർച്ചിലും സൈഡ് വോൾസിലും നമ്മൾ മേസണറി കൊടുത്തു. അടുത്തത് അത്രയും പോലും സ്ട്രെങ്ത് ഇല്ലാത്തതെന്ന് വെച്ചാൽ സോഫ്റ്റ് സോയിലാണെങ്കിൽ അവിടെ നമ്മൾ ഇൻവേർട്ട് എന്ന് വെച്ചാൽ ഫ്ലോർ പോർഷൻ അല്ലെങ്കിൽ താഴത്തെ ബേസ് പോർഷനിലും നമ്മൾ എന്ത് കൊടുക്കും, ലൈനിങ് കൊടുക്കും. അപ്പം ആദ്യമേ ഇൻവേർട്ടിൽ ലൈനിങ് കൊടുക്കും, അത് കഴിഞ്ഞ് ആ ഇൻവേർട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻവേർട്ടിന് മേളിലോട്ട് നമ്മൾ സൈഡ് വോൾസിൻ്റെ ലൈനിങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, റൂഫ് ആർച്ചിൽ ലൈനിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 കേസസ് ഉണ്ട്. പല രീതിയിൽ നമ്മൾ ടണൽ ലൈനിങ്സ് കൊടുക്കുന്ന പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അടുത്തത് സീക്വൻസ് ഓഫ് ടണൽ ലൈനിങ്സ്. ഏതൊക്കെ രീതിയിൽ എന്ന് വെച്ചാൽ ആദ്യമേ എവിടെ കൊടുക്കാം, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടല്ലോ, അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പ്ലേസിങ് ദി എൻറ്റയർ ലൈനിങ് ഇൻ വൺ ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് എല്ലാ പോർഷനിലും ഒറ്റയടിക്ക് അങ്ങ് ലൈനിങ് ചെയ്തു പോവുക.
ഓക്കെ, അപ്പം ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് സ്മോൾ ആയിട്ടുള്ള സർക്കുലർ ടണൽസ് ഒക്കെ ആണെങ്കിൽ അവിടെ കോൺക്രീറ്റിങ് ഷോർട്ട് ലെന്ത് ഒക്കെയുള്ള ടണലാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ലൈനിങ് ചെയ്യും. ഓക്കെ, അടുത്തത് പ്ലേസിങ് ദി ഇൻവേർട്സ് ഫസ്റ്റ് ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി ലൈനിങ് നെസ്റ്റ് എന്ന് വെച്ചാൽ ഇൻവേർട്ട് എന്താണ്? ബേസ് പോർഷനിൽ. ബേസ് പോർഷനിൽ ആദ്യം ലൈനിങ് കൊടുക്കുക, പിന്നെ ബാക്കി പോർഷൻ. അപ്പം നോക്കിയാൽ എന്താ എഴുതിയിരിക്കുന്നത്? പ്രൊവൈഡ്സ് എ റിജിഡ് ബേസ്. അപ്പോൾ ഈ ഇൻവേർട്ടിൽ ആദ്യം കൊടുക്കുന്നുണ്ട്, അതൊരു റിജിഡ് ബേസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യും. എന്നിട്ട് സൈഡിലോട്ട് കൊടുക്കുന്ന സൈഡ്സിനും സൈഡ് വോൾസിനും റൂഫിനുമുള്ള ആ ഫോം വർക്ക് നമ്മൾ കൊടുക്കുമല്ലോ. എന്തായാലും ലൈനിങ് കൊടുക്കുമ്പോൾ ഒരു ഫോം വർക്ക് വേണം. അപ്പം ഫോം വർക്ക് ഈ റിജിഡ് ബേസിലായിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയും ചെയ്യാം. അല്ലാത്തൊരു മെത്തേഡ് പ്ലേസിങ് ദി ഇൻവേർട്സ് ഫസ്റ്റ്, അത് കഴിഞ്ഞ് സൈഡ്, പിന്നെ റൂഫ്. അങ്ങനെ ഒരു ഓർഡറിൽ. തൊട്ട് മുന്നത്തെ തന്നെ ആയിരുന്നു ഇൻവേർട്ട് ആദ്യം വെച്ചിട്ട് പിന്നെ നമ്മുടെ റൂഫും സൈഡ് പോർഷനും ഒരുമിച്ച് അങ്ങ് ഒറ്റയടിക്കങ്ങ് ചെയ്യും. ഇത് മൂന്നാമത് പറഞ്ഞത് എന്താണ്? ആദ്യം ഇൻവേർട്ട് കൊടുത്തു, അത് സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ സൈഡ് വോൾസ് കൊടുത്തു, അതും സെറ്റായി കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ക്യൂറിങ് എല്ലാം കഴിഞ്ഞത് റെഡി ആയി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ റൂഫ് പോർഷൻ കൊടുക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അപ്പം ഇതും ലാർജ് ടണൽസ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 സെക്ഷൻസും സെപ്പറേറ്റ്ലി ചെയ്യും. ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്ഷണൽ കൺവീനിയൻസിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അടുത്ത മെത്തേഡ് പ്ലേസിങ് സൈഡ് വോൾസ് ഫസ്റ്റ് എന്ന് വെച്ചാൽ സൈഡിലെ വോൾസ് ഇല്ലേ, അത് ആദ്യമേ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് റൂഫ് കൊടുക്കും, പിന്നെ ഫൈനലി ഇൻവേർട്ട് താഴത്തെ ഫ്ലോർ പോർഷൻ കൊടുക്കും. ഇത് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ ഇതും ലാർജ് ടണൽസ് തന്നെയാണ്. ഇത് മെയിൻലി ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഈ താഴത്തെ ബേസ് എന്ന് പറഞ്ഞല്ലോ, ആ ഫ്ലോർ പോർഷൻ, അവിടെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ചിലപ്പം ചെറിയൊരു ടെമ്പററി ട്രാക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രാക്ക്, ഒരു റെയിൽ കൊടുക്കും. അപ്പം ഈ ലാർജ് ടണൽസ് ആകുമ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ അവരങ്ങ് സൈഡും മേളത്തെ റൂഫ് പോർഷനും റെഡി ആക്കി കഴിഞ്ഞ് അതെല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ഒരു റെയിൽ അല്ലെങ്കിൽ ടെമ്പററി ട്രാക്ക് മാറ്റിയിട്ട് അവിടെ അങ്ങ് എന്ത് കൊടുക്കും? ഇൻവേർട്ടിൽ അങ്ങ് ലൈനിങ് കൊടുക്കും. അപ്പം അതൊരു മെത്തേഡാണ്. അടുത്ത ലാസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ കേർബ്സ് ഇൻസ്റ്റോൾഡ് അറ്റ് സൈഡ്സ് ഫസ്റ്റ്. അപ്പം നമ്മൾ ടണൽസിനുള്ളിൽ കേർബ് എന്ന പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ റോഡിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് പറഞ്ഞായിരുന്നു സൈഡ് വോക്കിന് വേണ്ടി നമ്മൾ കേർബ്സ് കൊടുക്കുന്നു. അത് തന്നെയാണ്. അങ്ങനെ കേർബ്സ് ടണൽസിന്റെ സൈഡിൽ കൊടുക്കും, ആദ്യമേ ഇൻസ്റ്റോൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോൾസിൽ ലൈൻ കൊടുക്കും, പിന്നെ റൂഫ് പോർഷനിൽ ലാസ്റ്റ് നമ്മൾ ഇൻവേർട്ടിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 2 സൈഡ് കേർബ്സ് 2 സൈഡിലും അപ്പുറം ഇപ്പുറമായിട്ട് ആദ്യം ഇൻസ്റ്റോൾ ചെയ്യും. അത് കൊടുക്കുന്നത് ആ സെൻറ്റർ ഓഫ് ദി ടണൽസിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ 2 സൈഡിലായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ കേർബ് എല്ലാം സെറ്റായി ക്യൂറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഈ കേർബ് നമുക്കൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ആങ്കറായിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ സൈഡ് വോൾസ് ഉണ്ടല്ലോ, ആ വോൾസിന്റെ ബോട്ടം പോർഷൻ ആ കേർബിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ നമ്മുടെ വോൾസ് സെറ്റ് ചെയ്ത് ലൈനിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തെടുക്കും? റൂഫ് പോർഷൻ ചെയ്യും. അത് കഴിഞ്ഞ് ഫൈനലി ആയിരിക്കും നമ്മൾ ഇൻവേർട്ടിൽ ലൈനിങ് പ്ലേസ് ചെയ്യുന്നത്. സോ ഇതാണ് ഡിഫറെൻറ്റ് സീക്വൻസ് ഓഫ് പ്ലേസിങ് ടണൽ ലൈനിങ് എന്ന് വെച്ചാൽ ഈ ഒരു 5 മെത്തേഡ് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ലൈറ്റിംഗ് ഇൻ ടണൽസ്. അപ്പം ടണൽ ലൈനിങ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ലൈനിങ് റെസിസ്റ്റ് ചെയ്യുന്ന ലോഡിങ്സിനെ പറ്റി, അത് ജനറൽ പ്രാക്ടീസസ് എങ്ങനെയാണ്, പിന്നെ സീക്വൻസ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏത് ഓർഡറിൽ ആദ്യം ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇനി അടുത്തത് ലൈറ്റിംഗ് ഇൻ ടണൽസ്. അപ്പം നമ്മൾ ടണൽസിനകത്ത് ആവശ്യത്തിനുള്ള ലൈറ്റ് കൊടുക്കണം അല്ലേ? എന്തിനൊക്കെ ആയിരിക്കും ലൈറ്റിൻ്റെ ആവശ്യം? ടണലിനുള്ളിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടി, പിന്നെ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിങ് സോൺസ് ഒക്കെ വിസിബിൾ ആകാൻ, പിന്നെ സ്റ്റോറേജ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് കാണാൻ, പമ്പിങ് സ്റ്റേഷൻസ്, വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് നമ്മൾ പമ്പ് ചെയ്യാൻ വേണ്ടി പമ്പിങ് സ്റ്റേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിസിബിൾ ആകാൻ, പിന്നെ അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലും റിപ്പയർ നടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കാണാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെട്ടം വേണം. ഓക്കെ, ഇനി അതിന് നമ്മൾ ലൈറ്റിംഗ് കൊടുക്കും. ഇനി ഈ ലൈറ്റ്സിൻ്റെ സ്പേസിങ് എത്ര ഡിസ്റ്റൻസ് മാറി മാറി വേണം ലൈറ്റിംഗ് കൊടുക്കാം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടണലിൻ്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആ ഒരു ടണൽ ഇരിക്കുന്ന അവിടുത്തെ റോക്കിൻ്റെ സർഫസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഏറ്റവും ഡിസൈറബിൾ എന്താണെന്ന് വെച്ചാൽ ചെറിയ വോൾട്ടേജ് ഉള്ള കുറേ ലൈറ്റ് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, റാദർ ദാൻ ഫ്യൂ ലൈറ്റ്സ് വിത്ത് ലാർജർ വോൾട്ടേജ്. അപ്പം എപ്പോഴും നല്ലത് കുറേ ബൾബ് കാണും, എന്നിട്ട് അധികം വോൾട്ടേജ് വേണ്ടാത്ത എന്നാൽ കുറേ ബൾബ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്നത്
നമ്മൾ ടണൽസിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിങ്സിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടല്ലോ, അത് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആക്കി വെക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആക്കി വെക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അതിന്റെ ഫ്യൂസ് ബോക്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇലക്ട്രിക് സർക്യൂട്ട് എല്ലാം ഒരുമിച്ച് ആ ഒരു ടണലിനുള്ളതെല്ലാം ഒരേ സർക്യൂട്ടിൽ പോകുന്നതാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ടണലിന്റെ ഉള്ളിലെ വെട്ടം പോകും അല്ലേ. അപ്പൊ സെപ്പറേറ്റ് ഇലക്ട്രിക് സർക്യൂട്ട് കൊടുക്കുവാണെങ്കിൽ അതാണ് നല്ലത്. അപ്പം ഒരു ലൈറ്റ് കേടായാലും ആ ലൈറ്റ് മാത്രം ശരിയാക്കിയാൽ മതി, മൊത്തത്തിൽ ലൈറ്റ് പോകത്തില്ല. ഓക്കെ, അപ്പൊ സെപ്പറേറ്റ് ഇലക്ട്രിക് സർക്യൂട്ടും ഫ്യൂസ് ബോക്സ് ഒക്കെ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി എന്തെങ്കിലും ഹോളിംഗ് ഇക്വിപ്മെന്റ്സ്, എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി ഇക്വിപ്മെന്റ് എന്തെങ്കിലും ടണലിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഇക്വിപ്മെന്റിന് അതിൻ്റെതായ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. ആ ഇക്വിപ്മെന്റിനുള്ളിൽ തന്നെ ഒരു ലൈറ്റ് കൊടുക്കുന്നതാണെങ്കിൽ അതിന് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അതിന് ആവശ്യത്തിനുള്ള വെട്ടം കിട്ടി അങ്ങ് പൊക്കോളും. ഇപ്പൊ ഇക്വിപ്മെന്റ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എന്തെങ്കിലും ലൈറ്റിംഗ് സിസ്റ്റം ഉള്ളതാണ് നല്ലത്. അപ്പം ടണൽസിൽ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടണൽ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലാൻഡേൺസ് അല്ലെങ്കിൽ ഓയിൽ വെച്ച് ബേൺ ചെയ്യുന്ന ലാമ്പ്, എന്തെങ്കിലും കോൾ ഗ്യാസ് യൂസ് ചെയ്യാം, അസറ്റിലിൻ ഗ്യാസ് വെച്ചിട്ട് ലൈറ്റിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈറ്റിംഗ് നമ്മൾ സാധാരണ കൊടുക്കുന്ന ലൈറ്റിംഗ്. അപ്പം ഇത് പല ടണൽസ് ആയി കൊടുത്തിരിക്കുന്നത്, ലൈറ്റിങ്സ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഓരോന്ന് എന്താന്ന് നോക്കാം. അപ്പം ലാൻഡേൺസ് ആൻഡ് ലാമ്പ് വിത്ത് ഓയിൽ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ സർവേ വർക്ക് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ലാൻഡേൺസ് ഒക്കെ. അപ്പം നമുക്ക് കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒഴിക്കുന്ന ഓയിലും അനുസരിച്ചായിരിക്കും അത് ബേൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കോൾ ഗ്യാസ് ലൈറ്റിങ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഈ കോൾ ഗ്യാസ് കിട്ടുന്ന ഗ്യാസ് പ്ലാന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മളൊരു പൈപ്പ് കൊടുത്ത് നമ്മുടെ ടണൽസിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് അത് ബേൺ ചെയ്തിട്ടാണ് അകത്ത് ലൈറ്റ് കൊടുക്കുന്നത്. നല്ല ബ്രില്യൻ അല്ലെങ്കിൽ സ്റ്റഡി ലൈറ്റ് നമുക്ക് ഇതോടെ നല്ല ആവശ്യത്തിനുള്ള വെട്ടം കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒരു ഗ്യാസിൻ്റെ ആ പൈപ്പിന് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് അസറ്റിലിൻ ഗ്യാസ് വെച്ചിട്ടുള്ള ലൈറ്റിംഗാണ് അസറ്റിലിൻ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ആ ഒരു ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ലൈറ്റിംഗ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഇലക്ട്രിക് ലൈറ്റിംഗ്. ഇത് ഏറ്റവും പോപ്പുലർ മെത്തേഡാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? സ്മോക്ക് ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ, കാരണം ഇവിടെ ഓയിലോ ഒന്നും അങ്ങനെ ഗ്യാസോ ഒന്നും വെച്ചിട്ട് കത്തിക്കോ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഗ്യാസസ് ഒന്നും ഇല്ല, സ്മോക്ക് ഒന്നും വരത്തില്ല. പിന്നെ ഇലക്ട്രിക് ലൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വയറൊക്കെ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ വയറൊന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഓക്സിജന്റെ കൺസപ്ഷൻ ഒന്നും ഇല്ല. മറ്റേടത്ത് ബേൺ ചെയ്യണമെങ്കിൽ അവിടെ എന്താ വേണം? ഓക്സിജന്റെ പ്രസൻസ് അത് എടുക്കുമല്ലേ. അപ്പം ഇവിടെ ഓക്സിജന്റെ പ്രസൻസിന്റെ ആ ഒരു കൺസപ്ഷൻ്റെ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ ആവശ്യത്തിനുള്ള ഡിസൈഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും. ആവശ്യത്തിനുള്ള വെട്ടം നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈറ്റിംഗ് വഴി നമുക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് വൺ ഡ്രെയിനേജ് ഓഫ് ടണൽസ്. അപ്പം ഡ്രെയിനേജ് ഓഫ് ടണൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടണൽസിനകത്ത് വെള്ളം കയറും, കൺസ്ട്രക്ഷന് സമയത്തും വെള്ളം കയറും, ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ സമയത്തും വെള്ളം കയറും, അത് കഴിഞ്ഞിട്ടും ഒക്കെ വാട്ടർ കയറാൻ ചാൻസ് ഉണ്ട്. ഇത് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡ്രെയിനേജ് ഓഫ് ടണൽസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ടറിന്റെ പ്രസൻസിനെ മാറ്റി നിർത്തുക. ഓക്കെ, അപ്പം ടണൽസിനകത്ത് വെള്ളം കയറാൻ രണ്ട് സോഴ്സസ് കാരണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ ഡ്രിൽ ഹോൾസ് ഉണ്ടല്ലോ, അത് വാഷ് ചെയ്യാൻ നേരത്തെ നമ്മൾ വെള്ളം യൂസ് ചെയ്യും. അപ്പം അങ്ങനെ വാഷ് വാട്ടർ ഈ കൺസ്ട്രക്ഷന് സമയത്ത് ടണൽസിനുള്ളിൽ കയറും. ഇതല്ലാതെ തന്നെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഗ്രൗണ്ട് വാട്ടറും അല്ലെങ്കിൽ സബ് സോയിൽ വാട്ടറൊക്കെ എൻട്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലാണ് നമ്മുടെ ടണൽസിനുള്ളിനകത്തോട്ട് വാട്ടർ കയറുന്നത്. ഇനി ഇതിനെ റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കാം. അപ്പം 3 സിസ്റ്റംസ് ഓഫ് ഡ്രെയിനേജ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രീ ഡ്രെയിനേജ്, രണ്ടാമത്തത് ഡീ വാട്ടറിങ്, ലാസ്റ്റ് വൺ പെർമനന്റ് ഡ്രെയിനേജ്. അതിൽ പ്രീ ഡ്രെയിനേജ് എന്ന് വെച്ചാൽ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്ന ഡ്രെയിനേജ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ ടണലിൽ ഉള്ളിലോട്ട് കയറുന്നത് പ്രിവെന്റ് ചെയ്യുവാണ്. ബിഫോർ സ്റ്റാർട്ടിങ് ദി കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എക്സസ് ആയിട്ടുള്ള വെള്ളം ഡ്രെയിനേജിലോ നമ്മുടെ ടണലിലോട്ട് കയറുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് പ്രീ ഡ്രെയിനേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഡീ വാട്ടറിങ്. ഡീ വാട്ടറിങ് എന്ന് വെച്ചാൽ ടണൽസിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് വാട്ടർ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും സൈഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലൊക്കെ. ആ വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡീ വാട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ടണൽസിന് സമയത്ത് എൻറ്റർ ചെയ്ത വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡീ വാട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ പെർമനന്റ് ഡ്രെയിനേജ്. പെർമനന്റ് ഡ്രെയിനേജ് എന്ന് വെച്ചാൽ
ടണൽസ് മൊത്തം കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞാലും വെള്ളം കയറും അല്ലേ. ഇപ്പം റെയിൻ വാട്ടർ കയറാൻ ചാൻസ് ഉണ്ട്, ഈ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ആ വാട്ടർ കയറിയാൽ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും? ആ ഒരു മെത്തേഡിനെയാണ് പെർമനന്റ് ഡ്രെയിനേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീപ്പിംഗ് വാട്ടർ ഓഫ് ദി ടണൽ ആഫ്റ്റർ ഇറ്റ്സ് കംപ്ലീഷൻ. വെള്ളം കയറിയാലും അതിനെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് വെക്കാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമനന്റ് ഡ്രെയിനേജ്. ഓക്കെ, ഇനിയും ഓരോന്നും എന്താണെന്ന് ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് വൺ പ്രീ ഡ്രെയിനേജ്. അപ്പം നമ്മൾ ആ ഫിഗർ ഒന്ന് നോക്കിയേ, ടണലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്തോ കൊറിഗേറ്റഡ് ഷീറ്റ് റൂഫ് കൊടുത്തിട്ടുണ്ടെന്ന് പറയും, എന്തോ ഒരു ഷീറ്റ് റൂഫ് കൊടുത്തു എന്നും പറഞ്ഞു. അപ്പം എങ്ങനെയാന്ന് നോക്കാം. പ്രീ ഡ്രെയിനേജിന്റെ സമയത്ത് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ടണൽസിന്റെ അങ്ങോട്ട് എന്ന് വെച്ചാൽ ടണൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ വെള്ളം അങ്ങോട്ട് കയറുന്നത്, ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്നത്, അതിന്റെ സീപ്പേജ് എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടായിരിക്കും, സ്മോൾ റേറ്റിലായിരിക്കും. ഓക്കെ, അപ്പം ടണൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പം ആ ടണലിന്റെ റൂഫിന്റെ അങ്ങോട്ടൊക്കെ വെള്ളം ഇങ്ങനെ കയറി വരും. അപ്പം ആ കയറി വരുന്ന വെള്ളത്തിനെ നമ്മൾ ഒരു ടെമ്പററി ആയിട്ടൊരു പിച്ച്ഡ് റൂഫ്, ആ ഒരു ഷേപ്പ് പിച്ച്ഡ് റൂഫിന്റെ ഷേപ്പിൽ നമ്മളൊരു കൊറുഗേറ്റഡ് ഷീറ്റ്സ് കൊടുക്കും. ഓക്കെ, ആ ഷീറ്റിലോട്ട് ഈ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം അതിലോട്ട് വീഴുന്ന രീതിയിൽ ഒരു റൂഫ് കൊടുക്കും. എന്ത് കൊടുക്കും? ഷീറ്റിന്റെ ഒരു കൊറുഗേറ്റഡ് ഷീറ്റിന്റെ റൂഫ് കൊടുക്കും. എന്നിട്ട് ആ ഷീറ്റിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണ് സൈഡിലോട്ട് നമ്മൾ ഡ്രെയിൻ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഡ്രെയിനിലോട്ട് വീഴുന്ന രീതിയിൽ നമ്മൾ ഷീറ്റിലോട്ട് വെള്ളം എത്തിക്കും. ഓക്കെ, ഇങ്ങനെ വാട്ടറിന്റെ പ്രസൻസ് അവിടെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ ഷീറ്റ്സ് പെട്ടെന്ന് കൊറോഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ഹെവി ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് പ്രിവെന്റ്സ് ദി സർഫസ് ആൻഡ് സബ്സോയിൽ വാട്ടർ ഇന്റർഫിയറിംഗ് ദി കൺസ്ട്രക്ഷൻ വർക്ക്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ വാട്ടറിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രീ ഡ്രെയിനേജ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടണലിന്റെ ആ ഒരു മേളത്തെ ഒരു ആർച്ച് പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒത്തിരി വർക്ക് നടക്കുന്നുണ്ടായിരിക്കില്ല. ആ വർക്കിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ മേളിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വെള്ളം വീണാൽ അകത്തൂടെ കൺസ്ട്രക്ഷൻ നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഉള്ള കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഒരു എക്സ്ട്രാ ഒരു ഫോൾസ് ആയിട്ടുള്ള റൂഫ്, നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു റൂഫ് കൊടുക്കും, ഇങ്ങനെ പിച്ച്ഡ് ഷേപ്പിലുള്ളത്. അതിലോട്ട് വെള്ളം ഇറ്റിറ്റ് വീണിട്ട് സൈഡിലോട്ടുള്ള ഡ്രെയിൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലോട്ട് വെള്ളം വീഴുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അങ്ങനെ വാട്ടർ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അകത്ത് ഉള്ളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അടുത്തത് ഡീവാട്ടറിങ്. അതെന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞത്, വാട്ടറിനെ റിമൂവ് ചെയ്യുക ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ ടൈമിൽ. ഓക്കെ, അതിന് നമുക്ക് ഓപ്പൺ ഡ്രെയിൻസ് അല്ലെങ്കിൽ ഡിച്ചസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഡ്രെയിനും ഡിച്ചസും നമ്മൾ നമ്മുടെ ടണൽസിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് കൊടുക്കുന്നത്. ഫ്ലോർ പോർഷനിൽ ഇൻവേർട്ടിൽ തന്നെ രണ്ട് സൈഡിലായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഓപ്പൺ ഡ്രെയിനോ അല്ലെങ്കിൽ ഡിച്ചോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മെത്തേഡ് ഈ ഓപ്പൺ ഡ്രെയിൻ കൊടുത്താൽ അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എങ്ങനെ പോയാലും ഈ വാട്ടറിനകത്ത് ഒത്തിരി ഡെബ്രിസ് അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോഗിങ് നടത്താൻ ചാൻസ് ഉള്ള ഒത്തിരി മെറ്റീരിയൽസ് കാണും അല്ലേ, മണ്ണിന്റെ ഒക്കെ പ്രസൻസ് കാണും. അപ്പം ഇങ്ങനെ ഈ വാട്ടറിനകത്തോട്ട് ഈ മണ്ണെല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഈ വാട്ടറിന്റെ ഈ ഡ്രെയിനേജിന്റെ ഫ്ലോയിനെ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ പറ്റുന്നത്, ഇങ്ങനെ വെള്ളം കെട്ടി കിടന്ന് അവസാനം ടണലിലും ഫുള്ളും ഒരു പൂള് പോലെയാകും, വെള്ളം കെട്ടിക്കിടക്കും. അതൊരു പ്രശ്നമാണ്. ഓപ്പൺ ഡ്രെയിനേജും കൂടെ ആയതുകൊണ്ട് തന്നെ അത് വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്, എന്തേലും ഡെബ്രിസ് ഒക്കെ വന്ന് ബ്ലോക്ക് ചെയ്താൽ. അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആ ടണൽസിന്റെ എവിടെയെങ്കിലും ഒരു ഗ്രേഡിയന്റ് ശരിയായിട്ട് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെള്ളം പോകാൻ പറ്റുന്ന രീതിയിലല്ല എവിടെയെങ്കിലും ഗ്രേഡിയന്റ് ഇരിക്കുന്നെങ്കിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകത്തില്ല. അപ്പോൾ അവിടെയും വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ഡ്രെയിനേജ് നമ്മൾ ടണൽസിന്റെ സൈഡിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ സൈഡിലത്തെ പോർഷൻ വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും വെള്ളത്തിന്റെ പ്രസൻസ് കാണും, ടണൽസിന്റെ സൈഡൊക്കെ വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അത്രയും കൂടെ സ്പേസ് എടുക്കുവാണല്ലേ, നമ്മുടെ ടണൽസിന്റെ ഉള്ളിലത്തെ വർക്കിംഗ് സ്പേസ് അത്രയും കൂടെ ആ ഒരു സ്പേസ് ഈ ഒരു ഡീവാട്ടറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഡീവാട്ടറിങ്ങിൽ നമ്മൾ ഡ്രെയിനേജ് യൂസ് ചെയ്താലുള്ള ഡിസഡ്വാൻറ്റേജസ്. അപ്പം അഡ്വാൻറ്റേജ് ആക്കി വേറെ എന്തെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് കാരണം വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഡീവാട്ടറിങ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതിനാണ് നമ്മൾ പമ്പിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡ്യൂ ടു ദി എബോവ് റീസൺസ് ഓപ്പൺ ഡ്രെയിൻസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ മോഡേൺ ടണൽസ്. ഇൻസ്റ്റെഡ് ദ മെത്തേഡ് ഓഫ് പമ്പിങ് ഇസ് അഡോപ്റ്റഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, പമ്പിങ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ
സമ്പ് വെൽ കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ടണൽസിൻ്റെ ഫ്ലോറൊക്കെ നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ പല സ്ഥലത്തായിട്ട് നമ്മൾ ചെറിയ ചെറിയ താഴോട്ട് വെല്ല് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ആ വെല്ലിലോട്ട് വെള്ളം വരുന്ന രീതിയിൽ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് വെല്ലിൻ്റെ അങ്ങോട്ട് വെള്ളം കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഫ്ലോറ് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ആ വെല്ലിൽ വന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു വാട്ടറിനെ നമ്മൾ പിന്നെ പമ്പ് വെച്ചിട്ട് അങ്ങ് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പം ലോങ് ടണലാണെങ്കിൽ സമ്പ് വെല്ല് ഒരെണ്ണം കൊടുത്താൽ പോരായിരിക്കും, കുറേ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് അനുസരിച്ച് 300 തൊട്ട് 500 മീറ്റർ മാറി മാറി നമുക്ക് ഈ സമ്പ് വെല്ല് കൊടുക്കാം. അല്ലെങ്കിൽ വെറ്റായിട്ടുള്ള സോൺ ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ, സ്പോട്ടാണെന്ന് അറിയാമെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് ഓരോ വെല്ല് വെച്ച് കൊടുക്കാം. ഇനി ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പമ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ പമ്പായിരിക്കണം. പിന്നെ ഈ പമ്പിനകത്ത് എന്തായാലും ഈ വെള്ളത്തിനകത്ത് ഡെബ്രിസ് അല്ലെങ്കിൽ ക്ലോഗിങ് മെറ്റീരിയൽസ് കാണും അല്ലേ. അപ്പം അതുണ്ടെങ്കിൽ തന്നെ ക്ലോഗ് ആകാത്ത രീതിയിലുള്ള ഇക്വിപ്മെന്റ്സ് ഉള്ള പമ്പായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ബ്ലോക്ക് ആകാൻ പാടില്ല. കാരണം എങ്ങനെ പോയാലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണും. അപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ ക്ലോഗ് ആകാത്ത രീതിയിലുള്ള പമ്പിങ് ഇക്വിപ്മെന്റ്സ് ഉള്ള പമ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് സിംപ്ലി ഡീവാട്ടറിങ് നടത്താം. മറ്റേത് ഓപ്പൺ ഡ്രെയിൻ ആകുമ്പോൾ ഒത്തിരി ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് പറയുമ്പം അങ്ങനെ ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇല്ല. നമ്മൾ ഫ്ലോർ സെറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ വെല്ല് കൺസ്ട്രക്ട് ചെയ്യും. അതിനകത്തോട്ട് നമ്മുടെ ഈ പമ്പ് അങ്ങ് ഇറക്കി വെക്കും. സബ്മേഴ്സിബിൾ പമ്പായിരിക്കും മിക്കവാറും. അപ്പോൾ ഇറക്കി വെച്ചിട്ട് ഇന്ന ടൈം കൂടുമ്പം ആ വെള്ളം അതിനകത്ത് പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതിനുള്ള പ്രൊവിഷനും അതിനുള്ള പമ്പിൻ്റെ പൈപ്പും എല്ലാം നമ്മൾ അതിന് മുന്നേ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഒരു ടണലിനുള്ളിൽ സമ്പ് വെല്ല് കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഫിഗറാണ്. അപ്പം നിങ്ങൾ സമ്പ് എന്ന് എഴുതിയ പോർഷൻ കണ്ടില്ല, കുറേ താഴോട്ട് വെല്ല്, അതാണ് വെല്ല്. ഓക്കെ, അപ്പം പല സ്ഥലത്തു നിന്ന് വരുന്ന വെള്ളം ചെറിയൊരു ഈ ഫ്ലോറിൻ്റെ അടിയിൽ തന്നെ ഒരു ചെറിയൊരു ഡ്രെയിൻ പോലെ കാണും. അത് ക്ലോസ്ഡ് ആയിരിക്കും, അത് കാണാത്ത രീതിയിലായിരിക്കും. അതിനകത്തോട്ട് വെള്ളം വന്ന് വീണ് എല്ലാം കൂടി ഈ സമ്പ് വെല്ല് വരുന്ന രീതി പോലെ ആയിരിക്കും കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്നിട്ട് സബ്മേഴ്സിബിൾ ആയിട്ടുള്ള പമ്പായിരിക്കും. ആ പമ്പ് ചെയ്യുന്നതിന് വെള്ളം ഇങ്ങനെ ഓരോ ടൈം കൂടുമ്പോൾ അവർ പമ്പ് ചെയ്ത് മാറ്റും. ഇതാണ് ഡീവാട്ടറിങ് എന്ന മെത്തേഡ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നു ഓപ്പൺ ഡ്രെയിൻസ് കൊടുക്കുമായിരുന്നു 2 സൈഡിലും. പക്ഷെ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് ആണ് പിന്നെ പമ്പിങ് മെത്തേഡ് വന്നത്. ഇനി ലാസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പെർമനന്റ് ഡ്രെയിനേജ്. പെർമനന്റ് ഡ്രെയിനേജ് എന്ന് വെച്ചാൽ മറ്റതൊക്കെ എന്തായിരുന്നു, ആദ്യത്തത് ബിഫോർ ദി കൺസ്ട്രക്ഷൻ വർക്കിന് സമയത്ത് ആ കൺസ്ട്രക്ഷനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എങ്ങനെ വെള്ളം ഡ്രെയിൻ ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ ഡീവാട്ടറിങ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ സമയത്ത് ഉള്ള വാട്ടറിനെ എങ്ങനെ റിമൂവ് ചെയ്യാം ആയിരുന്നു. ഇനി അടുത്ത പെർമനന്റ് ഡ്രെയിനേജ് എന്ന് വെച്ചാൽ ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ഇനിയും എങ്ങനെയൊക്കെ നമുക്ക് വെള്ളം കയറിയാൽ അതിനെങ്ങനെ ഈസിലി മാറ്റാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഈ ടണൽസിൻ്റെ ഫ്ലോർ ഉണ്ടല്ലോ, ആ ഫ്ലോറ് ഒരു ഫൈനൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ നടുക്കൂടെ തന്നെ സെൻട്രലി നമ്മളൊരു ഡ്രെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ആ ഡ്രെയിൻ ആ ഫ്ലോറിന് താഴെയായിട്ടായിരിക്കും. അപ്പം ഫ്ലോർ വെച്ച് നമ്മൾ ആ ഒരു സെൻട്രൽ ഡ്രെയിനെ കവർ ചെയ്യും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം വാട്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സെൻട്രൽ ഡ്രെയിൻ ഇങ്ങനെ ആ ഒരു നമ്മുടെ ലെന്ത് ഓഫ് ദി ടണൽസിൻ്റെ എലോങ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡലി ആയിട്ട് ടണൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പം വെള്ളം ഇങ്ങനെ ആ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുന്നതും ആ ഫ്ലോർ കൊടുക്കുന്നത്. അപ്പം ഈ വെള്ളം വരുന്നതെല്ലാം ആ ഒരു ടണൽസിൻ്റെ ആ ഒരു സെൻട്രൽ ഡ്രെയിനിലോട്ട് വീണിട്ട് അത് ഫ്ലോ ചെയ്ത് നമ്മുടെ ടണലിൻ്റെ എൻട്രൻസ് പോർഷൻ, അതിനാണ് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർട്ടലിലോട്ട് ആ ഒരു ടണലിൻ്റെ എൻട്രൻസ് പോർഷനിലോട്ട് വെള്ളം വന്ന് കളക്ട് ചെയ്യുന്ന രീതി വരും. ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പം നമുക്ക് പുറമേ നോക്കി ഇതൊന്നും കാണത്തില്ല. അപ്പം എല്ലാം നമുക്ക് ഫ്ലോറിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ താഴെയായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പം ഈ സെൻട്രലിൽ വരുന്ന വാട്ടറിനെ പിന്നെ നമ്മൾ പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ നോക്കിയേ, സെൻട്രൽ കവേർഡ് ഡ്രെയിൻ അണ്ടർ ഫ്ലോ. അപ്പോൾ സെൻട്രലി കവേർഡ് ആയിട്ടുള്ളൊരു നമ്മൾ ഡ്രെയിൻ കൊടുക്കും ഫ്ലോറിൻ്റെ താഴെയായിട്ട്. പിന്നെ ഒരു ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട്, ആരോസ് കണ്ടില്ലേ, ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് അപ്പോൾ വെള്ളം എല്ലാം ആദ്യം ആ സെൻട്രൽ ഡ്രെയിനിലോട്ട് വീഴും. സെൻട്രലായതുകൊണ്ടാണ് സെൻട്രൽ ഡ്രെയിൻ എന്ന് പറയുന്നത്. സൈഡിലായിരുന്നെങ്കിൽ സൈഡ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഡ്രെയിനിലോട്ട് വരുന്ന വെള്ളം എല്ലാം കൂടെ പിന്നെ അതിന് ഒരു എൻട്രൻസിൻ്റെ അങ്ങോട്ടൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഡ്രെയിനിനുള്ളിൽ തന്നെ. ആ സ്ലോപ്പ് കാരണം അത് ആ എൻട്രൻസ് പോർഷൻ്റെ അങ്ങോട്ട് വരും. അവിടെ നമ്മളൊരു പമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പമ്പ് വഴി വെള്ളം മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം എഴുതിയിരിക്കുന്നതൊന്ന് നോക്കുക. എ വെരി സിമ്പിൾ മെത്തേഡ് ഈസ് ടു കൺസ്ട്രക്ട് drainage ditches longitudinally sloping towards the portal
പോർട്ടൽ എന്ന് വെച്ചാൽ എൻട്രൻസ് ആണ്. ഫ്രം വെയർ ദേ കുഡ് ബി പംപ്ഡ് ഔട്ട്. അപ്പം ഇനഫ് കപ്പാസിറ്റി ഉള്ളതായിരിക്കും ഈ കൊടുക്കുന്ന സെൻട്രൽ ഡ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടി നമുക്ക് 30 തൊട്ട് 50 മീറ്റർ മാറി മാറി മാൻ ഹോൾസ് കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ചിലപ്പം കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം ഈ റൂഫ് പോർഷനിൽ കൂടെ വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കേസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫോൾസ് റൂഫായിട്ട് ഒരു എക്സ്ട്രാ ഒരു റൂഫ്, നമ്മൾ മറ്റേ കൊറുഗേറ്റഡ് ഷീറ്റ് റൂഫ് കൊടുത്തില്ല അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ റൂഫ് ഒന്ന് കൊടുക്കുക. അപ്പോൾ അത് കൊറുഗേറ്റഡ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് വെച്ചിട്ടുള്ള റൂഫ് കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ സെൻട്രൽ ഡ്രെയിനില്ലേ ആ പോർഷനിലോട്ട് വെള്ളം വരുന്ന രീതിയിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഫോൾസ് റൂഫ് കൂടെ കൊടുത്താൽ ഈ റൂഫ് പോർഷനിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ ഭാഗത്തൂടെ എന്തെങ്കിലും വണ്ടിയോ അല്ലെങ്കിൽ റോഡൊക്കെ ആണെങ്കിൽ അതിലോട്ട് വീഴാത്ത രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഫോൾസ് റൂഫ് കൊടുത്തിട്ട് ഫോൾസ് റൂഫിലോട്ട് വെള്ളം വീഴുന്ന രീതിയാക്കി ആ ഫോൾസ് റൂഫ് പിന്നെ സൈഡിലോട്ട് വരുന്ന രീതിയാക്കി സൈഡിൽ നിന്ന് പിന്നെ വെള്ളം താഴോട്ടുള്ള നമ്മുടെ സെൻട്രൽ ഡ്രെയിനിലോട്ട് വരുന്ന രീതി നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡ്രെയിനേജ് ഓഫ് ടണൽസ് എന്ന് പറയുന്നത്. ഒന്ന് ബിഫോർ ദി കൺസ്ട്രക്ഷൻ, രണ്ടാമത്തത് ഡ്യൂറിങ് ദി കൺസ്ട്രക്ഷൻ സമയത്ത് എങ്ങനെ വാട്ടർ റിമൂവ് ചെയ്യാം. ഇത് ലാസ്റ്റ് പറഞ്ഞ പെർമനൻറ്റ് ഡ്രെയിനേജ് എന്ന് വെച്ചാൽ ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി വർക്ക്, മൊത്തം കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു, ഇനിയും വെള്ളം കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പെർമനൻറ്റ് ഡ്രെയിനേജിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻ ആയിരുന്നു ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുക, പോയിന്റ്സ് ഒക്കെ ആക്കി എഴുതുക, എന്നിട്ട് നോട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. 10 മണിക്കുള്ളിൽ രാത്രി 10 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതണം, മറക്കല്ലേ. ഫിഗേഴ്സ് ഒക്കെ ഉള്ളത് ഇപ്പോൾ ഈ പെർമനൻറ്റ് ഡ്രെയിനേജും ഡീവാട്ടറിങ്ങും കറക്റ്റ് ഒരു ഫിഗർ ഇല്ല, നിങ്ങൾക്ക് തന്നെ ചുമ്മാ ഒരു ടണൽ പോലെ വെച്ച് അതിനകത്ത് കുറേ സമ്പ് വെല്ല് കാണിക്കാം, അതിൽ നിന്നൊരു പമ്പ് യൂസ് ചെയ്തിട്ടാണ് മാറ്റുന്നതെന്ന് കാണിച്ചിട്ട് ഒരു ചെറിയൊരു ഫിഗർ വരയ്ക്കാം. പിന്നെ പ്രീ ഡ്രെയിനേജിൻ്റെ ഒരു ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗേഴ്സ് എല്ലാം നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാൽ വിത്ത് ഫിഗർ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാരണം സിമ്പിൾ ഫിഗറാണ്. അപ്പം ഫിഗർ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ഫിഗർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൻസറായിട്ട്. ഓക്കെ, അപ്പം ഫിഗേഴ്സ് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ ഫിഗറും കൂടെ വരച്ച് ലെക്ചർ നോട്ട് എഴുതി അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.